ആലപ്പുഴ മാന്നാറിൽ നിന്ന് 15 വർഷം മുൻപ് കാണാതായ കലയുടെ മൃതദേഹ അവശിഷ്ടം കണ്ടെത്തി. സെപ്റ്റിക് ടാങ്കുകൾ തുറന്നുള്ള പരിശോധന താൽക്കാലികമായി നിർത്തിവച്ചു. തിരച്ചിലിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ പരിശോധനയ്ക്കയക്കും. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം കലയുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണോ എന്നും സ്ഥിരീകരിക്കും. കസ്റ്റഡിയിലുള്ളവരെ കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. കാറിൽ വെച്ച് തുണി കഴുത്തിൽ ചുറ്റിയാണ് കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ഭർത്താവ് അനിൽകുമാറിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായി 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇസ്രയേലിലുള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന് ലഭിച്ച ഊമക്കത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം ആരംഭിച്ചിരുന്നത്. വിവരങ്ങളുമായി നിഷ ചേർന്നുണ്ട്. നിഷ, ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച അവശിഷ്ടങ്ങൾ അത് കലയുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണ് എന്നുള്ള രീതിയിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. കാരണം 15 വർഷമായി അത് പാടായിരിക്കും എന്നുള്ള രീതിയിലാണല്ലോ ഫോറൻസിക് അവരുടെ ഭാഗത്തു നിന്നുള്ള അങ്ങനെ ഒരു പറച്ചിൽ വന്നത്. മാത്രമല്ല, ഈ കസ്റ്റഡിയിലെടുത്തവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള വഴിത്തിരിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ. ലക്ഷ്മി, അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിൽ വൈകിട്ട് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഏതാണ്ട് 6:45 വരെ, ഏതാണ്ട് 3.25 മണിക്കൂറോളം സമയം പരിശോധന നടത്തി. പോലീസ് ഉണ്ടായിരുന്നു, ഫോറൻസിക് വിദഗ്ധരുണ്ടായിരുന്നു. പരിശോധന നടത്തി. ഈ പരിശോധനയിൽ 3 സെപ്റ്റിക് ടാങ്കുകളും തുറന്നു പരിശോധിച്ചു. ആ സെപ്റ്റിക് ടാങ്കുകളിൽ നിന്നാണ് ഇത്തരത്തിൽ മുടിയുടെ അവശിഷ്ടം, ഒപ്പം സ്ത്രീയുടെ മുടി, ഒപ്പം തന്നെ നഖത്തിന്റേതെന്നും എല്ലിന്റെ ഭാഗമെന്നും കരുതുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് കലയുടേതെന്ന് തെളിയിക്കണമെങ്കിൽ, സ്ഥിരീകരിക്കണമെങ്കിൽ ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമാണ്. ഇതിനായി ഈ കിട്ടിയ മൃതദേഹത്തിന്റെ ഭാഗങ്ങളെന്ന് സംശയിക്കുന്ന ആ അവശിഷ്ടങ്ങളെല്ലാം തന്നെ വിദഗ്ധ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഇത് കലയുടേതാണ് എന്ന സ്ഥിരീകരണത്തിലെത്താൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത കുറേ വിവരങ്ങളാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ളത്. ഇക്കാര്യങ്ങളൊക്കെ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 3.25 മണിക്കൂർ നീണ്ട പരിശോധന. ആ പരിശോധനയിലുടനീളം ഇത്തരത്തിൽ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നും അവശിഷ്ടങ്ങൾ, മൃതദേഹത്തിന്റേതെന്ന് കരുതുന്ന ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേസിൽ, അതായത് 15 വർഷം മുമ്പാണ് എരവത്തൂർ സ്വദേശിയായ കല എന്ന യുവതിയെ കാണാതായത്. കല ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഈ നാട്ടുകാർക്കും ഈ കലയുടെ ബന്ധുക്കൾക്കും അനിൽകുമാർ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. കല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് കരുതുന്നതാണ് കലയുടെ ബന്ധുക്കൾ നമ്മളോട് പറഞ്ഞത്. എന്തായാലും കല മരിച്ചുപോയി എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിലുള്ള അന്വേഷണവുമായി കഴിഞ്ഞ ഒരാഴ്ചയായി മുന്നോട്ട് പോകുന്നതെന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും അനിൽകുമാർ 3 മാസമായി ഇസ്രായേലിലാണ്. അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ 2 ദിവസം മുമ്പ് തന്നെ പോലീസ് തുടങ്ങിയിരുന്നു. 2 മാസം മുമ്പ് അമ്പലപ്പുഴ CIക്ക് ലഭിച്ച ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ ഈ സെപ്റ്റിക് ടാങ്ക് കുഴിച്ചുള്ള അന്വേഷണത്തിലേക്കും മറ്റും എത്തിയിരിക്കുന്നത്. 2 മാസം മുമ്പ് അമ്പലപ്പുഴ CIക്ക് കിട്ടിയ ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ SPയുടെ നിർദ്ദേശാനുസരണം വിദഗ്ധ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങി. ഒരാഴ്ച കാലമായി മഫ്തിയിൽ പോലീസ് ഈ അനിൽകുമാറിന്റെ വീടിന്റെ പരിസരത്തുണ്ടായിരുന്നു. ഈ ഓമക്കത്തിൽ പറയുന്നത് കല എന്ന യുവതിയെ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചിട്ടു. അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലേക്ക് തള്ളി. മാത്രമല്ല, ഏതു തരത്തിലാണ് കൊലപാതകം നടത്തിയതെന്നും ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളായതെന്നുമുള്ള കൃത്യമായ വിവരങ്ങൾ, ഇതിൽ പങ്കെടുത്ത ആളുകളുടെ പേര് സഹിതമാണ് ഈ ഊമക്കത്തിൽ ഉണ്ടായിരുന്നതെന്നും പോലീസ് നൽകുന്ന വിവരങ്ങളിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഊമക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ആളുകളെ തന്നെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്ന വിവരം. എന്തായാലും മറ്റൊരു കാര്യം പറയുന്നത്, ഒരു സംഘത്തെ പോലീസ് പിടിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് മദ്യപാന സംഘത്തിലുണ്ടായിരുന്ന കുറെ ആളുകൾ ഇത്തരത്തിൽ താൻ ഒരു കൊലപാതകം നടത്തി, പക്ഷെ അത് ഇതുവരെ പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള ഒരു സാഹസിക കഥ പറയുകയും ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഇത് പോലീസിന് ഊമക്കത്തായി എഴുതി അയക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റൊരു വിവരം പോലീസ് പറയുന്നതനുസരിച്ച് കലയുടെ ഭർത്താവ് അനിൽകുമാറിന്റെ സഹോദരിയുടെ ഭർത്താവ് പ്രമോദ് ഈ കസ്റ്റഡിയിലുണ്ട്. പ്രമോദ് ഭാര്യയെ ഉപദ്രവിച്ച കേസുമായി, അതായത് ഈ അനിൽകുമാറിന്റെ സഹോദരിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കലയുടെ ഗതി നിനക്കും വരും എന്നോ മറ്റോ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അതും ഇത്തരത്തിൽ നിർണായകമായ ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങി എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായി ജില്ലാ പോലീസ് മേധാവി തന്നെ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഊഹാപോഹങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന കഥകളാണ്. എന്തായാലും ഈ സെപ്റ്റിക് ടാങ്ക് കുഴിച്ചുള്ള അന്വേഷണത്തിൽ മുടി കിട്ടിയിട്ടുണ്ട്, നഖത്തിന്റേതെന്ന് കരുതുന്ന ഭാഗങ്ങളും മറ്റ് ശരീരാവശിഷ്ടങ്ങൾ എന്ന് കരുതുന്ന എല്ലിൻ കഷ്ണങ്ങളുടെ ഭാഗങ്ങളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ശാസ്ത്രീയമായ പരിശോധന, DNA പരിശോധന അടക്കം നടത്തിയെങ്കിൽ മാത്രമേ ഇത്
കലയുടേതാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവും. എന്തായാലും ഇന്നത്തെ പരിശോധന താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ ഇനി ഏത് രീതിയിലുള്ള പരിശോധനകളിലേക്കൊക്കെയാണ് പോകുന്നത് എന്നൊക്കെ SP വിവരം മാധ്യമങ്ങൾക്ക് നൽകും. മാത്രമല്ല അനിൽകുമാറിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അനിൽകുമാറിൽ നിന്ന് മാത്രമേ കൃത്യമായ വിവരങ്ങളിലേക്കൊക്കെ പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് പോകാൻ കഴിയൂ. ശരി, നിഷയാണ് വിവരങ്ങൾ നൽകിയത്.